പ്രകാശ് ബാരെ, ഇപ്പോൾ വന്നിരിക്കുന്ന വിധി താങ്കൾ അറിഞ്ഞു കാണുമല്ലോ, എന്താണ് ആദ്യ പ്രതികരണം? പ്രതീക്ഷിച്ചതാണെങ്കിലും നിരാശാജനകം. സോ ഇത്രയും കാലം 8 വർഷമായിട്ട് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയും അതിനിടെ സാക്ഷികളെയും തെളിവിനെയും വരെ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്ത സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന്, കോടതിയുടെ ഭാഗത്തുനിന്ന് ഒന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇല്ലാത്ത പ്രതീക്ഷ അത് ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഈ വിധി, അതിൽ ഒരുപാട് വിഷമമുണ്ട്, നിരാശയുണ്ട്. പക്ഷെ ഈ പോരാട്ടം തുടരുന്നതാണ്. ഇത് ഒരാളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമല്ല. ഇത് സ്ത്രീകളോടുള്ള കേരള സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് മാറാനുള്ള ഒരു തലമുറയുടെ, ഒരു ജനറേഷന്റെ പോരാട്ടമാണ്. ഈ അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ പോരാട്ടമാണ്. അത് ഇനിയും തുടരും. ബാരെ, ഇപ്പോൾ മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകുന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്ന് മറ്റൊരു വിധിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ വിധി വന്ന നിമിഷത്തിൽ, അതായത് ദിലീപ് കുറ്റക്കാരനല്ല എന്ന വിധി വരുന്ന നിമിഷം തൊട്ട് ആഹ്ലാദ പ്രകടനം തുടരുകയാണ്. ഇപ്പോൾ ദിലീപിന്റെയും ഒപ്പം കാവ്യ മാധവന്റെയും ചിത്രമുള്ള കേക്കുമായി വീടിന് മുന്നിൽ കാത്തിരിക്കുകയാണ് ദിലീപിനെ അനുകൂലിക്കുന്നവർ. ഇതിലുള്ള വലിയൊരു പ്രശ്നം അതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഹണി റോസ് എന്ന് പറയുന്ന ജഡ്ജിന്റെ ഒരു ജഡ്ജ്മെന്റ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. സംശയത്തിന് അതീതമാണോ അല്ലയോ എന്നുള്ള കാര്യം മാത്രമേ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. നിയമ പോരാട്ടം തുടരാൻ പോവുകയാണ്. ഇതിലൊരു മാറ്റവും വരുന്നില്ല. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും. അല്ലെങ്കിൽ അത് ഇത് ഇത്രയും കാലം കുറ്റവാളിയാണെന്ന് കേരള സമൂഹത്തിന്റെ മുമ്പിലുള്ള പ്രതിച്ഛായം മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം എന്തായാലും നടക്കും ഇവിടെ. സോ ഇനിയുള്ള ആഴ്ചകളിലും മാസങ്ങളിലും അത് നടക്കും. പക്ഷെ ആൾക്കാരുടെ മനസ്സിൽ ആൾക്കാർക്ക് ഇത്രയധികം തെളിവുകളും ഇത്രയധികം, പ്രത്യേകിച്ച് ഇപ്പം ബാലേന്ദ്രകുമാറിന്റെ പേരാണ് ഇവിടെ പറയേണ്ടത്. അദ്ദേഹം തെളിവുകൾ നിരത്തിയതിന് ശേഷം ഇതിൽ യാതൊരു തരത്തിലുള്ള സംശയവും കേരള സമൂഹത്തിലെ ജനങ്ങൾക്കില്ല. ഈ കോടതിക്ക് ഇതിലെ തെളിവ് പോലും കോടതിയുടെ ചെസ്റ്റ് നിന്ന് എടുത്തു കൊണ്ടുപോയിട്ടും കോടതിക്ക് മനസ്സിലാവാത്ത കോടതിയാണിത്. ആ കോടതിയിൽ നിന്ന് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇതില് പോലീസും അതേപോലെ തന്നെ പ്രോസിക്യൂഷനും വളരെ നല്ല ജോലി ചെയ്തിട്ടുണ്ട്. ഇതിൽ കളക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഈ തെളിവുകൾ മേൽക്കോടതിയിൽ നമുക്ക് ഉപകരിക്കുന്നു. അങ്ങേക്ക് ഇക്കാര്യത്തിൽ സർക്കാരിലുള്ള പ്രതീക്ഷ എത്രത്തോളമാണ്? കാരണം മേൽക്കോടതിയിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ കേസ് അന്വേഷിച്ച ബി സന്ധ്യ പറഞ്ഞിട്ടുള്ളത്. അപ്പീൽ പോകുമെന്നുള്ളതാണ്. പക്ഷേ സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുമോ എന്നുള്ളതിൽ അതിൽ ആലോചിച്ച് തീരുമാനം എന്നൊക്കെയാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം അങ്ങ് കണ്ടു എന്ന് കരുതുന്നു. അത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ പറയുന്നത് വളരെ നിരാശാജനകമാണ്. ഇത് ഗവൺമെന്റ് ബാക്കിയുള്ള മനുഷ്യന്മാരുടെ, ജനങ്ങളുടെ വികാരത്തെ, ജനങ്ങളുടെ പ്രതീക്ഷകളെ മാനിക്കാത്ത ഗവൺമെന്റ് നടപടിയായി പോകും. ആലോചിച്ച് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞത് ശരിയായിരിക്കാം, എപ്പോഴും എങ്ങനെ ആര് എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇതില് രണ്ട് തവണ ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യമാണ്. മന്ത്രി അങ്ങനെ പറയരുതായിരുന്നു. അതാണ്, അതിലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുമ്പോൾ തന്നെ മേൽക്കോടതിയിലേക്കുള്ള കാര്യം ആലോചിച്ച ശേഷം എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ അത്ര പ്രതീക്ഷ നൽകുന്നതല്ല. വളരെ നന്ദി ശ്രീ പ്രകാശ് ബാരെ. എല്ലാ ഘട്ടത്തിലും അതിജീവിതയ്ക്കൊപ്പം നിന്ന് പ്രതികരിച്ചിട്ടുള്ള